മുമ്പ് ഒരു 2 കെട്ടുവളത്തിൽ പോയ ഓർമ്മയില്ലേ? ആ കെട്ടുവളത്തിൻ്റെ ഒരു മൂന്നാമത്തെ പുതിയൊരു ബ്രാഞ്ച് കാക്കനാട് തുടങ്ങിയിട്ടുണ്ട്. കാക്കനാട് എന്ന് പറയുമ്പോൾ നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ നിന്നും ഇരുമ്പനം തൃപ്പൂണിത്തുറ പോകുന്ന റൂട്ടിൽ ഒരു 500 മീറ്റർ മുത്തു ടെക്നോപോളിസിന് തൊട്ട് മുമ്പായിട്ട് ഇടത്തെ സൈഡിലാണ് പുതിയ കെട്ടുവളം. ഇത് ഇത്തിരി കൂടി നല്ല എന്താ പറയുക ഒരു പോഷലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഇവിടെ നമ്മുടെ നാടൻ ഫുഡ് തന്നെയാണ് മെയിൻ വിഭവം. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കെട്ടുവളത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് അറിയാലോ. നമുക്ക് അങ്ങോട്ട് പോവാം. വയോ. ജയ്പാൽ, ഇതാണ് നമ്മുടെ ജയ്പാൽ സാർ, ഇവിടുത്തെ മാനേജറാണ് അല്ലേ? ഹൈഫൈ കിട്ടുവോളൂ. ശരിക്കും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ 2 കിട്ടുവളത്തിനും പോയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും എന്തുകൊണ്ട് ശരിക്കും നല്ല ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഹൈഫൈ സെറ്റപ്പിൽ ഇത് തുടങ്ങിയത്? നമ്മളെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇത് ഹോട്ടലാണ്. ഹോട്ടലാണ്, റൂംസും അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ. അക്കോമഡേഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എത്ര നാളായി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഒരു 2 months. ഓക്കെ. അപ്പോൾ 2 മാസമായാലും തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ അപ്പം ഇതൊരു ഹോട്ടലാണ്, ഹോട്ടലും കൂടെയാണ്. അപ്പോൾ വേറെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമുക്കിവിടെ? നമുക്ക് റൂംസ് അവൈലബിൾ ആണ്. പിന്നെ സെയിം കെട്ടുവെള്ളത്തിൻ്റെ അതേ റെസ്റ്റോറൻറ്റ്, സീ ഫുഡ് ഇവിടെയും മീൻ തന്നെ, അതെ നാടൻ ഫുഡ്, അതെ ആ രീതിയിൽ തന്നെ. ഇവിടെയും സീ ഫുഡ് തന്നെയാണ്, നാടൻ രീതിയിൽ അങ്ങനെ തന്നെ പോകുന്നു. ഇത് കൂടാണ്ട് ബാക്കിയെല്ലാം ഉണ്ടല്ലോ, എല്ലാ കുസീൻസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാം. അപ്പോൾ സാറ് ഇതിൻ്റെ മൊത്തം മേൽനോട്ടത്തിലായിട്ട് നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും കിച്ചണിലോട്ട് നമ്മുടെ കിച്ചണിലോട്ട് ഇതിൻ്റെ ലൈറ്റൊക്കെ വേറൊരു ലാമ്പ് ഷെയ്ഡൊക്കെ ഇങ്ങനെയല്ലേ? ശരിക്കും മുളയുടെ കമ്പൗണ്ട് ഇങ്ങനെ വളച്ചിട്ട് ചാക്കും വെച്ചൊക്കെ ചെയ്തേക്കുന്ന ഒരു എന്താ പറയുക, കൊള്ളാം. ഉള്ളൊരു ബൾബിട്ട് നല്ല ലാമ്പ് ഷെയ്ഡ്, നല്ല രസമുണ്ട് കാണാൻ. എനിക്കൊരു നാച്ചുറൽ ഒരു ഫീലൊക്കെ ഉണ്ട്. അതെ, ഇടിക്കല്ല് ഇതെല്ലാം ഷോക്കേസിൽ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. ഇടിക്കല്ല്, നമ്മുടെ മൺചട്ടി നമ്മുടെ ചിരട്ടോണ്ടൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ കയൽ, ചറുക്ക ചവിട്ടുന്ന ആള്, അമ്മിക്കല്ല് എല്ലാം ഇങ്ങനെ എടുത്തൊന്ന് ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മളെ കാണിക്കാനും എല്ലാവരും ഒന്ന് അറിയാനും എല്ലാം വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എനിക്ക് മറ്റേ ആംബിയൻസ് ശരിക്കും ഇഷ്ടപ്പെട്ടു. മറ്റേതിൽ നിന്നും നല്ല ഡിഫറെൻ്റ് ആണ്. കാര്യം അവിടെ മുളയുണ്ട് എല്ലാം ആണെങ്കിലും, മീൻസ് ഇവിടെ ചെയർസ് എല്ലാം മുളകൊണ്ടാണല്ലോ, മുളകൊണ്ട് അവിടെ മൊത്തം ഇങ്ങനെ കൂടും അതേപോലെയൊക്കെ ഫുൾ മുളയാണല്ലോ. ഇവിടെ ഇത്തിരി കൂടി എന്താ പറയുക, ഇത്തിരി കൂടി നല്ലൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തല്ലോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ അവിടെ കിച്ചൺ ഇത്തിരി കൺജസ്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മാറ്റി സെറ്റ് ചെയ്തേക്കാണ്. എന്തായാലും ഇതായിരിക്കും നമ്മുടെ ഷെഫ് അല്ലേ പ്രമോദ്? ഹലോ, പ്രമോട്ട നമ്മുടെ ഇവിടുത്തെ ഷെഫാണ്. അപ്പോൾ പ്രമോട്ട നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ? ഇന്ന് നമ്മുടെ ലോബ്സ്റ്റർ മുളകിൽ ചുട്ടത് ഉണ്ടാക്കിയത് അതാണ് ഇന്ന് ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും സാറിന് അവിടെ കുറച്ച് തിരക്കുണ്ട്, കാരണം ഇവിടുത്തെ GM ആണല്ലോ അല്ലേ. നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ശരിയല്ല. ചേട്ടാ താങ്ക് യു സർ, നമുക്കവിടെ ചെയ്യാം. അപ്പോൾ ചേട്ടാ നമ്മളിപ്പോൾ ആദ്യം നമ്മുടെ ലോബ്സ്റ്റർ ഇനി ഇത് നമ്മളൊന്ന് മാറിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചെറിയ കൊഞ്ച് മലയാളത്തിൽ പറഞ്ഞ കൊഞ്ച്. അപ്പോൾ ലോബ്സ്റ്റർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ലോബ്സ്റ്റർ മുളകിൽ ചുട്ടത്, കൊഞ്ച് മുളകിൽ ചുട്ടതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് ഒന്ന് മാറിനേറ്റ് ചെയ്യണം. മസാല റെഡിയാണ്. മസാല പുരട്ടുക, എന്നിട്ട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് ഞാൻ എടുത്തു തരാം. മസാല നമ്മൾ ഓൾറെഡി ഇത് മുളക് പൊടി, മഞ്ഞപ്പൊടി സംഭവം എല്ലാം ഉണ്ട്. മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല ഇത് സാധാരണ നമ്മുടെ ഫിഷ് ഫ്രൈ മസാല തന്നെയാണ്. മുളക് പൊടി, മഞ്ഞപ്പൊടി, വിനെഗർ, സാൾട്ട്, കുരുമുളക് പൊടി, മൈദ കുറച്ച് ചേർത്ത്. മൈദയും മുട്ടയും കൂടി ചേർത്ത് നമ്മളിത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്, മസാല അതിൽ നിന്ന് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ശരിയാണ്, നമ്മൾ ഇത്തിരി ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ ചെറുതായിട്ട് വിട്ടിട്ട് പോകുമല്ലോ. അപ്പം മൈദയും മുട്ടയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മസാല അങ്ങനെ പറഞ്ഞു പോകത്തില്ല എന്നല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മളത് ഇങ്ങനെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്നത് ചെയ്യാം. നടുവേനെ പൊളന്ന് ഫുള്ള് ഇങ്ങനെ നടുവിൽ നിന്ന് തന്നെ കീറിയിട്ട് ഫുൾ ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയിട്ട് ഇനി ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ മസാല വെക്കുന്നത്. ജസ്റ്റ് കൂടിയോ? ഇല്ലല്ലോ, ശരി, കൈ കൊണ്ട് ചെയ്താലോ.
അപ്പോൾ എൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് ചേർത്തല. അപ്പോൾ ഇവിടെ എത്ര നാളായി നമ്മളിത് ഇവിടെ സ്റ്റാർട്ടിങ്ങിലുണ്ടല്ലേ? 2 മാസമായിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരെണ്ണം മസാല ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അങ്ങ് മസാല ശരിക്കും തേച്ച് പിടിപ്പിക്കും. അപ്പോൾ മസാല പുരട്ടി അങ്ങ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ വെച്ച് അങ്ങ് ആക്കുക എടുക്കല്ലേ? ഇതല്ലേ? അത് തന്നെ. അത് ചെയ്യണേ. കുറച്ച് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി അതുകൊണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മൊത്തം വേണ്ടല്ലോ, ഇത്ര മതിയല്ലേ? കുറച്ച് എന്താ പറയാ, കാൽഭാഗം പോലും ഇല്ല. അതൊക്കെ ഇനി ഇത് ഇടാം. ഓയിൽ ചൂടുണ്ട്, അതോടെ ഇടാൻ പോകാം. ആ മസാല ഉള്ള വശം അങ്ങനെ പൊളിച്ച് വെച്ച് കയ്യും കാലൊക്കെ ഒടിച്ചു കൊടുക്കാനുണ്ട് വെച്ചേക്കാണ്. അപ്പോൾ തന്നെ എണ്ണയുടെ കളറൊക്കെ അങ്ങ് മാറി, മസാല മൊത്തം ഇറങ്ങിയെന്നല്ലേ. പിന്നെ കൊഞ്ചിൻ്റെ തോട് തന്നെ റെഡ് കളർ നല്ലൊരു കളറാവും. മറ്റേ മസാല എല്ലാം കയറി പിടിച്ചിട്ടല്ലേ? കളർ റെഡ് തന്നെ, റെഡ് കളർ ഫുൾ റെഡ് ആവും. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ എൻ്റെ കയ്യിൽ തന്നിട്ട് പോണ? അല്ല, എന്താ ചെയ്യും നമുക്ക് മറിച്ച് ശരിക്കും നേരത്തെ പറഞ്ഞാൽ നമ്മുടെ തോടൊക്കെ അങ്ങ് ശരിക്കും റെഡ് കളറായി. ഒന്നുകൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ റെഡിയായി സംഭവം. ഇത് റെഡിയായി. ഇതിന്ന് വേറെ മസാല വേറെ ഉണ്ടായി ചെയ്യണം അല്ലേ? ഓഹോ. അപ്പോൾ തീർന്നിട്ടില്ല, ഇത് ഒരൊറ്റ സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. ഇതിങ്ങനെ ഇപ്പോൾ ഫ്രൈ ആയ ശേഷം ഇനി ഇത് വേറെ മസാല കൂടുതലൊക്കെ ഇട്ട് കുറേ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അത് പറഞ്ഞിട്ടുള്ള കാണിച്ചു തരും നമുക്ക് അല്ലേ? കാണിച്ചു തരും. ആയിട്ടുണ്ടല്ലേ? ശരിക്കും നമ്മൾ ഇത് വെച്ച് തവി വെച്ച് കുത്തിയൊക്കെ സാധനം ആയിട്ടുണ്ട്. ശരിക്കും മറ്റേ മറിച്ചിട്ടപ്പോൾ അവിടെ നിന്ന് കുത്തിയപ്പോൾ ഉള്ളിലുള്ള വെള്ളം മൊത്തം ഇറങ്ങി വന്ന്. അതാണ് എനിക്ക് പണി വന്നത്. ഒന്നുകൂടി തിരിച്ചിട്ടു ജസ്റ്റ് ഒന്ന് മതി. ഇനി ഒന്നുകൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി ആയില്ല. അല്ലെങ്കിലും ചെമ്മീനും അതിൻ്റെ വർഗത്തിലൊക്കെ പെട്ടൊക്കെ പെട്ടെന്ന് തന്നെ വേവുമല്ലോ അല്ലേ? കൊഞ്ച് അപ്പോൾ അതേ ആയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇപ്പോൾ മാറ്റാൻ പോവാണ്, പാർത്താൻ പോവാണ് പ്ലേറ്റിലൂടെ. ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത് എണ്ണയൊക്കെ എന്തെങ്കിലും കളയാന്നല്ല, ജസ്റ്റ് ഒന്ന് തോർത്തി എടുക്കുക. എണ്ണയിൽ ഫുൾ അങ്ങ് ഫ്രൈ ആയിരിക്കുകയാണ് സംഭവം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താ? അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതിന് വേറെ മസാല റെഡിയാക്കണം അല്ലേ? റെഡിയാക്കിയിട്ടില്ല, നന്നായി.